ഓൾമോസ്റ്റ് ഒരു 40+ മൂവി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? 40+. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എൻജോയ് എന്നല്ല, ഏറ്റവും കൂടുതൽ യൂഷ്വൽ ക്വസ്റ്റ്യൻ എന്നല്ല ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് എന്നല്ല. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഞാൻ വലിയ സംഭവം ചെയ്തിരുന്നായിരുന്നു, എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. വലിയ സംഭവം എന്നല്ല, നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ആനന്ദം പടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, ഓഹോ ഇങ്ങനെയാണല്ലേ ക്ലിക്കാവും. കണ്ടിന്യൂസ് മെസ്സേജ്, കുറേ ഫോൺ കോള്. അപ്പോൾ അവസാനം കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം, ഇത് വല്ലവരും എവിടെയെങ്കിലും ഇരുത്തി നമ്മൾ കളിയെ കൊണ്ട് വിളിക്കുന്നതാണോ എന്നിട്ട്. കാരണം വെച്ചാൽ പിന്നെ ഈ എന്ത് ഗുണമെന്ന് വെച്ചാൽ ബാക്കി സെൻട്രൽ ക്യാരക്ടേഴ്സ് ഉള്ളപ്പോൾ പോലും നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ 2 മഗ് ഇങ്ങനെ വെച്ച് എനിക്ക് ഒരു ഏരിയയിൽ എനിക്ക് സീനില്ല. അപ്പോൾ ബാക്കി റോഷൻ മാത്യുടെയും തോമസിൻ്റെയും അപ്പോൾ നമുക്കിങ്ങനെ അസൂയാണല്ലോ ആക്ടേഴ്സ് എപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്നോട് ഗണേഷ് ഇവിടെ ചേട്ടാ അത് അവർ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, അവരുടെ ലവ് മേക്കിംഗ് സീക്വൻസ്. ഗണേഷ് എന്തെങ്കിലും ഒരു സാധനം ചേട്ടാ ഇവിടെ ഒന്നും ഇല്ല ചേട്ടാ, ഞാനിതെല്ലാം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും? ഗണേഷ് എന്ത് ചെയ്യാൻ. അപ്പോൾ വിനീത കോശി ഫസ്റ്റ് പടമാണല്ലോ, വിനീത അത്ര ഈഗറല്ല. അത് പറഞ്ഞു ചേട്ടാ ഇപ്പം ചേട്ടൻ എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് ചെറിയൊരു ക്ലിപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പഞ്ചസാരയുണ്ട്, ടീ ബാഗ് ഉണ്ട്, ചായ ഉണ്ട്. അപ്പോൾ ചേട്ടാ നിങ്ങൾ എന്നോട് ചായ കുടിക്കണം, അതിനെ സംബന്ധിച്ചല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലവ്ലി മിസ് ടീ ബാഗ് ഇടാൻ പോവാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലവ്ലി എന്താ ചെയ്യാൻ പോകുന്നത്? പെട്ടെന്ന് പറയും അല്ല ഞാൻ ചായ ഉണ്ടാക്കും. അയ്യോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദി കേരള ടീ, 1 minute എന്ന് പറഞ്ഞ് ഈ സാധനം എടുത്തിട്ട് ഓക്കെ ഇതെങ്ങനെയാ വെച്ചാൽ ഇത് ആസാം ടീ ബാഗ് നമ്മുടെ കേരള ടീ ബാഗ് പോലെയല്ല. ഇത് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് യു ടു സ്റ്റിർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അഗൈൻ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ദെൻ ഇൻ ദ ആന്റി ക്ലോക്ക്. കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം, എന്നിട്ട് കുടിച്ചു നോക്കും. അതിങ്ങനെ കൊടുക്കില്ലേ? അപ്പൊ കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞ ഷോർട്ടിലെ ടീ ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഈ ലവ്ലി എടുക്കാൻ പോണ സമയം ഞാൻ പറയും 1 minute ഈ ടീ ബാഗ് കൂടെ പോയി ശരിക്കും പറഞ്ഞ മീൻ തൂങ്ങി കിടക്കണം. അപ്പൊ അത് അതപ്പ അവിടെ വെച്ച് ചെയ്ത അവിടെ വെച്ച് എന്താ അത് നമുക്ക് അവിടെ വെച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് തോന്നി. അപ്പൊ ക്യാമറമാൻ ആനന്ദ് നിന്നിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ആനന്ദ് പറഞ്ഞു ചേട്ടാ ഇത് നന്നായിട്ടുണ്ട് എന്ന്. നമ്മുടെ ഈ ഗണേശന്റെ ക്രൂവിന്റെ ഗുണം വെച്ചാൽ ഒരു ഗിംബല. അപ്പൊ ഗിംബലിനെ ഗുണം വെച്ചാൽ ഇവര് ഈ സാധനം വെച്ചത് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ അരുൺ എന്നുള്ള ക്യാരക്ടർ പറയും നിങ്ങളൊക്കെ ഈ ഗോവയിലെ ടിക്കറ്റ്സ് ഫേക്ക് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ട്രിപ്പ് ഞാൻ മോശമാക്കിയ എൻ്റെ മിസ്റ്റേക്കാണ്, എക്സ്ട്രീംലി സോറി. അപ്പോൾ ഒരാൾ പറയും മറ്റേ എടാ നീളുണ്ടല്ലോടാ ഞങ്ങൾ ഇതൊക്കെ ഇത്രയെങ്കിലും കാണാൻ കഴിഞ്ഞത്, അതൊന്നും കുഴപ്പമില്ലടാന്ന് പറയും. അപ്പോൾ വേറെ പറയും വരുൺ മീൻസ് എന്ത്. അപ്പോൾ വേറെ പെൺകുട്ടി പറയും വരുൺ ആരില്ലെങ്കിൽ നിൻ്റെ ഒപ്പം ഞാനും തരാ ഇങ്ങനെ പറയും. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പോൾ ഈ കുട്ടി ശരിക്കും മലയാളം പറഞ്ഞാണല്ലോ. അപ്പോൾ ഞാൻ പറയും ഗണേഷ് അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗണേഷ് എന്തെങ്കിലും എൻ്റെ പൊന്നേ ഞാനിതൊക്കെ എഡിറ്റിൽ കൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ചേട്ടാ ഷോർട്ടറായിട്ട് എന്താ പറയാൻ പറ്റുക? അപ്പോൾ ഈ ടീച്ചർ ലവ് പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്, ലവ്ലിക്ക് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവിടെ വെച്ച് അപ്പം ലവ്ലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വിനീത എന്തെങ്കിലും സാധനം വിനീത അങ്ങ് പറഞ്ഞു. വിനീതയ്ക്ക് ക്യൂട്ടായിട്ട് നിന്നില്ല. വിനീത ജന്മം പോയി വാതർക്കില്ല. അപ്പൊ വിനീത ഇങ്ങനെ സാധനം. അപ്പൊ പക്ഷെ അത് ക്ലിക്കായി. വരുണേ എന്ന് പറഞ്ഞ് നമ്മൾ എണീറ്റങ്ങ് പോകും. ഇപ്പൊ കുറെ പാഷനേറ്റ് ആയിട്ട് സിനിമയെ പറ്റിയിട്ട് പറഞ്ഞു, സംസാരിച്ചു. അതുപോലെ തന്നെ ഡോക്ടർ ഇതിലും പറഞ്ഞു. ഇത് രണ്ടും ആയിട്ടില്ലെങ്കിൽ റോണി എന്ന് പറയുന്ന വ്യക്തി എന്താവുമായിരുന്നു? ഡോക്ടറായത് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഡോക്ടറായിട്ട് അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നല്ല. എന്താ കാര്യം വെച്ചാല് ഞാൻ മറ്റേ ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി ആയിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ പിന്നെ ഒരു മാനേജ്മെന്റ് കോളേജിൽ നമ്മൾ പഠിച്ചു. വിനായക മിഷൻസ്. ആ ടൈമിൽ എന്താ വെച്ചാൽ ഫാദറിന്റെ ബിസിനസ്സൊക്കെ ഒരുപാട് ലോസായി. അപ്പോൾ ലോസായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഏണിംഗ് മെമ്പറായിട്ട് അമ്മയുണ്ട്. അപ്പം അമ്മ പെൻഷനോട് അടുപ്പിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ എൽഡർസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ആരെങ്കിലും ഒരാളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഡോക്ടർ റോണി ഡേവിഡിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? മലയാള സിനിമയിൽ ഇത്രയും വലിയ മഹാരാജന്മാർക്കൊപ്പം ഇനിയും ഒരുപാട് കാലം ഉണ്ടാവണം. ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിയണം. ആരോഗ്യവും അതുപോലെ തന്നെ നല്ല ടെക്നീഷ്യൻസ് നമ്മൾ പിക്ക് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പരിപാടി. നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള
വിളിയും ഞാൻ അങ്ങോട്ട് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന പരിപാടി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, കുറച്ച് കുറവാണ്, അത് കുറച്ച് കൂട്ടണം. PR കുറച്ച് കൂട്ടണം. PR കുറച്ച് കൂട്ടണം. അത് നമ്മൾ ആലോചിക്കും, ചിലർ പറയും ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതെ അതെ, അതൊന്നും ഈഗോ അല്ല, എനിക്ക് ഈഗോ ഒന്നുമില്ല. പക്ഷെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ്, പിന്നെ ഒരുപാട് നമുക്ക് പരിചയമുള്ളൊരു പോലെ ചില അവർ ഫോൺ മാറ്റിയിട്ടുണ്ടാവും, നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ട് വെച്ചാൽ ഹലോ സാർ റോണിയാണ് മോനെ, പിന്നെ വിളിക്കും മോനെ സാർ റോണിയാണ്, കാരണം പുള്ളി നമ്മുടെ റെഗുലർ പേഷ്യൻ്റ് ആയിരിക്കും. റോണിയാണ് മോനെ, അത് പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, നമ്മൾ പിന്നെ വിളിക്കാൻ പറഞ്ഞില്ലേ സാറേ ഡോക്ടർ റോണി. അയ്യോ ഡോക്ടർ പറയണ്ടേ, ഇപ്പൊ അങ്ങനെ പറഞ്ഞാലേ കിട്ടുള്ളൂ. നമ്മൾ ഈ ആദ്യത്തെ 2 ഇത് തന്നെ എൻ്റെ ഗ്യാസ് പകുതി പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ കിട്ടണം. ആ കോൺഫിഡൻസ് എന്നും ഉണ്ടാവട്ടെ. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അടിപൊളിയാവട്ടെ. വളരെ സന്തോഷം. താങ്ക് യു.